കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ആർജെഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും ബീഹാറിൽ നിയമസഭാ പ്രചാരണത്തിനിടെ വേദി പങ്കിടില്ല. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനൊപ്പവും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് ബീഹാർ PCC അധ്യക്ഷൻ അശോക് ചൌധരി റിപ്പോർട്ടറോട് പറഞ്ഞു. ഇന്നലെ സോണിയാഗാന്ധി പങ്കെടുത്ത റാലിയിൽ നിന്ന് ആർജെഡി വിട്ടുനിന്നിരുന്നു. പാർട്ടികൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് രാഹുലിന്റെ തീരുമാനത്തോടെ പുറത്തുവരുന്നത്. ബീഹാറിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി തുടക്കമിട്ട റാലിയിൽ നിന്ന് നിതീഷും ലാലുവും വിട്ടുനിന്നിരുന്നു. മഹാഗഡ്ബന്ധൻ നേതാക്കൾ പങ്കെടുത്ത സ്വാഭിമാൻ റാലിയിലാകട്ടെ സോണിയാഗാന്ധിയായിരുന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത്. ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകുന്ന ഓർഡിനൻസിനെ ചൊല്ലി രാഹുലും ലാലുവും കൊമ്പുകോർത്തിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലുമായി വേദി പങ്കിടാൻ ലാലുവിന് താൽപ്പര്യമില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണഘട്ടത്തിൽ ഒരു വേദിയിൽ ലാലുവും നിതീഷും രാഹുലും ഒന്നിക്കില്ലെന്നാണ് സംസ്ഥാന PCC അധ്യക്ഷൻ അശോക് ചൌധരി സ്ഥിരീകരിക്കുന്നത്. നേതാക്കളെ ഒന്നിച്ചെത്തിക്കുന്നതിലെ സമയനഷ്ടവും പ്രായോഗിക ബുദ്ധിമുട്ടുമാണ് പുറമെ പറയുന്നതെങ്കിലും നേതാക്കൾക്കിടയിലെ പ്രശ്നങ്ങളാണ് ശക്തി പ്രകടനത്തിന് തടസ്സമെന്നാണ് സൂചന. If you are going to have RG and Laluji together or Nitishji together, it means that we have the whole day in that only constituency, two constituency. And if you will see, they will go differently, they will cover more constituency. So we wanted to cover more constituency. So let's see. I don't think so there is any issue. 7-ാം തീയതി 3 മണ്ഡലങ്ങളിലാണ് രാഹുലിന്റെ തിരഞ്ഞെടുപ്പ് റാലി. ഒക്ടോബർ 26-30 തീയതികളിൽ മുസ്ലിം സ്വാധീന മേഖലയായ സീമാഞ്ചലിൽ രാഹുൽ പ്രചാരണത്തിനെത്തും. കോൺഗ്രസിന് പൊതുവെ സ്വാധീനം കുറഞ്ഞ സംസ്ഥാനത്ത് പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മഹാഗഡ്ബന്ധന്റെ മറ്റു നേതാക്കളും അണിനിരുന്നെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യുമായിരുന്നു. രാഹുലും ലാലുവും വേദി പങ്കിടാത്തത് നേതാക്കൾക്കിടയിലുള്ള അസ്വാരസ്യമായി തന്നെയാണ് അണികൾക്കിടയിൽ പ്രചരിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ RJD പാലം വലിക്കുമോ എന്ന് ഇനി അറിയാനുള്ളൂ. പട്നയിൽ നിന്നും ക്യാമറമാൻ ഫൈസൽ നിൽക്കുന്നതോടൊപ്പം M ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.